നമുക്ക് വളരെ സിമ്പിളായിട്ടൊരു മീൻ പൊരിച്ചത് ഉണ്ടാക്കിയാലോ. എങ്ങനെ മീൻ പൊരിച്ചാലും ചുമന്ന കളർ അയക്കാറില്ലേ. നമ്മൾ എങ്ങനെ വീണാലും പൂച്ച 4 കാലിൽ നിൽക്കുള്ളൂ എന്ന് പറഞ്ഞ മാതിരി. പക്ഷേ ഈ മീൻ പൊരിച്ചത് വെറൈറ്റി ഒരു പച്ച കളറിലാണ് കേട്ടോ. ആദ്യം തന്നെ അതിന് വേണ്ടത് മല്ലിച്ചപ്പും അതേപോലെ തന്നെ കറിവേപ്പിൻ്റെ ഇല, പൊതിൻ്റെ ഇല, പിന്നെ പച്ചമുളകും ഇഞ്ചിയും വെളുത്തുള്ളി വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. ഞാൻ ചേർത്തിട്ടില്ല. ഇത് മിക്സിയിൽ നല്ല മയത്തിലൊന്ന് അരച്ചെടുക്കാം. അതിലേക്ക് പാകത്തിന് ഉപ്പ്, പച്ചമുളക് ഇനി കുറവാണ് തോന്നുകയാണെങ്കിൽ കുരുമുളകിൻ്റെ പൊടി ചേർത്ത് കൊടുക്കുക. പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുക്കുക. പിന്നെ ഒരു ഇത്തിരി പുളി വേണം. അതിന് നമുക്ക് കുറച്ച് നാരങ്ങനീര് ചേർത്ത് കൊടുക്കുക. കുരുപ്പെടാതെ നാരങ്ങനീര് അതിലേക്കൊന്ന് ചേർത്ത് കൊടുക്കുക കേട്ടോ. എന്നിട്ട് കയ്യിൽ വെച്ചിട്ടോ അല്ലെങ്കിൽ കൈ വെച്ചിട്ടോ നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇതൊക്കെ എല്ലായിടത്തും ഒന്ന് ആവാനും വേണ്ടിയിട്ടാണ് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നത്. പിന്നെ ഏത് മീൻ ഈ മസാല അടിപൊളി ടേസ്റ്റ് തന്നെയാണ്. നമ്മളിവിടെ സൂതിയാണ് എടുത്തിരുന്നത്. ആ മീൻ ഇതിലേക്കൊന്ന് ഇട്ട് കൊടുക്കുക. എന്നിട്ട് നല്ല പോലെ ഒന്ന് മസാല എല്ലായിടത്തും ഒന്ന് ആക്കി കൊടുക്കുക. എന്നിട്ട് ഒരു 1/2 മണിക്കൂർ ഫ്രിഡ്ജിൽ വെക്കാനുണ്ടല്ലോ. കിടുക്കാച്ചേക്കാം കേട്ടോ. കാരണം നല്ലോണം മസാലയൊക്കെ പിടിച്ചിട്ടുണ്ടാവും. നമ്മൾ 1/2 മണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ചെടുത്തിട്ട് അതിന് ശേഷം നമുക്ക് ഒരു ചട്ടിലേക്ക് നല്ല വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. നല്ല ഒന്ന് ചൂടായി വരുന്ന സമയത്ത് കരിവേപ്പിനില ഇല്ലാക്കാതെ തണ്ടോട് കൂടി തന്നെ ഇതുപോലെ ഒന്ന് വെച്ച് കൊടുക്കുക. അതിൻ്റെ മുകളിലായിട്ട് മീൻ വെച്ച് കൊടുക്കുക. നല്ല ചൂടിൽ വേണം കേട്ടോ മീൻ വെച്ച് കൊടുക്കാൻ. വെച്ച് കൊടുത്തതിന് ശേഷം കുറച്ച് തീ കുറച്ചാലും കുഴപ്പമൊന്നുമില്ല. ഫുള്ളായിട്ടും നമ്മൾ വെച്ച് കൊടുത്തിട്ട് ഇനി നമുക്ക് ഒരു ഭാഗം ആയതിനു ശേഷം ഒന്നങ്ങോട്ട് മറിച്ചിട്ട് കൊടുക്കാം. ഇനി നമുക്ക് 2 ഭാഗവും നല്ല മൊരിയിപ്പിച്ചെടുക്കണം. നല്ല സ്പീഡിലെ തീയിൽ വെക്കരുത്. തീയിൽ വെക്കുമ്പോൾ നല്ല മസാലയൊക്കെ ആദ്യം കരിഞ്ഞ് പോവുകയും ചെയ്യും. ഉൾഭാഗം മീനിൻ്റെ ഉൾഭാഗം ഒന്നും വേവൂല. ചെറിയ തീ തന്നെ നല്ല പോലെ ഇതേപോലെ ഒന്ന് മൊരിയിപ്പിച്ചെടുത്താണല്ലോ കിട്ടിലെ ടേസ്റ്റ് നല്ല മീൻ പൊരിച്ച് ഇവിടെ റെഡിയാക്കുന്നത്. വളരെ സിമ്പിളാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക. എന്നിട്ട് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കണ്ട. അതേപോലെ തന്നെ ഇന്നൊന്ന് സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട കേട്ടോ. അപ്പോൾ അതുപോലെ തന്നെ സിമ്പിൾ വീഡിയോ ആയിട്ട് ഇനിയും വരാം കേട്ടോ.